മലയാള സിനിമയെ ഞെട്ടിച്ച ഒരു ബോംബ് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് മലയാള സിനിമയെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. താരസംഘടന പിളർക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെത്തി കൂട്ടരാജിയിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ അത് ഒരു സിനിമ ഇൻഡസ്ട്രിയെയും ഇതുവരെ അങ്ങനെ പുറത്തു വരാത്ത കഥകൾ തന്നെയാണ് മലയാള സിനിമ അഭിനേതാക്കളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ നടന്മാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ. സിദ്ദിഖ്, ഇടവേള ബാബു, അതുപോലെ രഞ്ജിത്ത്, മുകേഷ്, അങ്ങനെ പോകുന്നു പീഡകരുടെ ആ ലിസ്റ്റുകൾ. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് പവർ ഗ്രൂപ്പിനെ കുറിച്ചും തന്നെയായിരുന്നു. ചേച്ചി ഷോർട്സേ, മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആ പരാമർശത്തിന് പിന്നാലെയും നിരവധി വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ മേഖലയിൽ കടിഞ്ഞാൺ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്ക ബോബൻ, പാർവതി തിരുവോത്ത്, ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. അമ്മ ഉൾപ്പെടെ തിയേറ്റർ സംഘടനകൾ അടക്കം മലയാള സിനിമയിലെ പല സംഘടനകളും ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു സിനിമയിൽ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ്. നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു, KB ഗണേഷ് കുമാർ, മുകേഷ്, സുരേഷ്, B ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിന്റെ കൂടെ ചേർന്ന് നിന്നു. സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം, നായകൻ ആരാകണം, നായിക ആരാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചതും ദിലീപ് എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നായകന്മാരായി അഭിനയിച്ചുകൊണ്ടിരുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി. വിദേശത്ത് സിനിമ പുറത്തിറക്കുന്നതിലടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിനയന്റെ പൃഥ്വിരാജ് നായകനായ സത്യം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മുതൽ പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്നും മാറ്റി നിർത്തിയതും ദിലീപ് തന്നെയാണ്. ദിലീപ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് ഭാവന നേരിട്ട് പരാതി നൽകിയെന്ന് ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകിയതുമാണ്. എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും അമ്മ പരിഗണിച്ചില്ല. കുഞ്ചാക്ക ബോബൻ, രമ്യ നമ്പീശൻ തുടങ്ങിയവരെ പൂർണ്ണമായും സിനിമയിൽ നിന്നും മാറ്റി നിർത്തി. WCC അംഗങ്ങളെ അടക്കം സിനിമയിൽ നിന്നും മാറ്റി നിർത്തി. 15 അംഗ പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ ഉണ്ടെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അവർക്കെതിരെ സംസാരിക്കാൻ ആർട്ടിസ്റ്റുകൾക്ക് ഭയം എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്. സംവിധായകനെതിരെ പരാതി പറയാൻ പോലും സിനിമയിൽ സ്ത്രീകൾക്ക് സാധ്യമല്ല. അങ്ങനെ പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് പറയുന്നത്. എന്നാൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ആരും അവരെ ഒന്നും പറയില്ലെന്നൊക്കെ റിപ്പോർട്ടിൽ മൊഴിയുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അനുഭവം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ ഇനിയൊരു അവസരം ലഭിക്കില്ലെന്ന് സ്ത്രീകൾ ഭയക്കുന്നുവെന്നും മുതിർന്ന ഒരു നടിയുടെ മൊഴിയുമുണ്ട്. റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തി മേഖലയിൽ നിന്നും വിലക്കാൻ ഗുരുതരമായ കാരണങ്ങളൊന്നും ആവശ്യമില്ല എന്നതൊക്കെ വിചിത്രമായ സംഭവങ്ങളാണ്. ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും പവർ ഗ്രൂപ്പിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർ വിലക്ക് നേരിടും. പവർ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയോട് അപ്രിയം തോന്നിയാൽ വിലക്ക് നേരിടേണ്ടി വരും. അത്തരമൊരു ഘട്ടത്തിൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തി എന്ന സിനിമയിൽ നിന്നും വിലക്കുകയും ചെയ്യുകയാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതുവരെ മലയാള സിനിമ നിയന്ത്രിച്ചിരുന്നതിന് പിന്നിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിന് പിന്നിൽ കളിച്ചത് പ്രമുഖ നടന്മാർ എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.